ഹായ് ഓൾ, എല്ലാ ടീച്ചേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് വീർബൽ ദിവസ് എന്ന് പറഞ്ഞിട്ട് കണ്ട. അതായത് നമ്മൾ ECC പ്രവർത്തനങ്ങൾ, അതുപോലെ ഡ്രോയിങ് മത്സരമൊക്കെ സംഘടിപ്പിക്കാൻ അംഗനവാടി തലത്തിൽ സംഘടിപ്പിച്ച് നമ്മുടെ ജന്നാന്തോളം ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾ ഡിസംബർ 18 തൊട്ട് 25 വരെ, ഡിസംബർ 18 മുതൽ 25 വരെ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അംഗനവാടികളിൽ. അത് 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ECC പ്രവർത്തനങ്ങൾ അംഗനവാടി തലത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ECC പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ഓരോ ദിവസവും ECC പ്രവർത്തനങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡ്രോയിങ് മത്സരം, ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം, മനസ്സിലായി. അപ്പോൾ ഓരോ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നമാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഡ്രോയിങ് മത്സരം സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ ദിവസം മാറി മാറി നടത്താം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ദിവസം ECC പ്രവർത്തനം നടത്താം, ഒരു ദിവസം ഡ്രോയിങ് മത്സരം നടത്താം, മനസ്സിലായാൽ. അല്ലെങ്കിൽ സെയിം ദിവസം തന്നെ 2 പ്രവർത്തനം വേണമെങ്കിൽ നടത്താം. അത് നിങ്ങളുടെ അതനുസരിച്ച് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യണം, നമ്മുടെ ജന്നാന്തോളം ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ട, അതാത് ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട്, ഈ പ്രവർത്തനം ചെയ്തിട്ട് ജന്നാന്തോളൻ്റെ ഡാഷ്ബോർഡിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ, അതിൽ കണ്ട ഗൂഗിൾ ക്രോം, ആ ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളവിടെ മുകളിൽ ജൻ ആന്തോളൻ എന്നടിക്കുക. ജൻ ആന്തോളൻ, കണ്ട, ജൻ ആന്തോളൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് നമ്മൾ എന്തായാലും അയച്ചു തരും. ജൻ ആന്തോളൻ എന്നടിക്കുക. കണ്ട, പോഷൺ അഭിയാൻ ജൻ ആന്തോളൻ, അത് തുറക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് തുറന്നു വരും, ജൻ ആന്തോളൻ തുറന്നു വരും. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ട ഡാറ്റ എൻട്രിയാണ്. നമ്മൾ ആ ഫോട്ടോ എൻട്രി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രോയിങ് മത്സരമാണെങ്കിലും ECC പ്രവർത്തനങ്ങളുടെയും ഫോട്ടോ ആണ് നമ്മൾ എൻട്രി ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ആ വരകൾ കണ്ട, 3 വര കണ്ട, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ട് വരും. ആ ഡാറ്റ എൻട്രി ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, യൂസർ നെയിമും പാസ്വേഡും അടിക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് യൂസർ നെയിമിലും പാസ്വേഡിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. മുന്നേ നമ്മൾ അടിച്ചിരുന്ന അതിൽ ഒരു AWC എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോഷന്മാര സമയത്തും പോഷൻ പക്വാടയുടെ സമയത്തും ഉപയോഗിച്ചിരുന്ന യൂസർ നെയിം പാസ്വേഡ് അല്ല ഇവിടെ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഓരോ ICDS വഴി അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റ് വഴി നിങ്ങൾക്ക് CDPS അല്ലെങ്കിൽ പോഷൻ അഭിയാൻ കോർഡിനേറ്ററൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അതിൽ നിങ്ങൾ അടിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രൊജക്റ്റിൻ്റെ നമ്മളിവിടെ അടിക്കും. പഴയത് നിങ്ങൾ അടിച്ചിട്ട് കാര്യമില്ല. പഴയത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും, പക്ഷേ അത് കാര്യമില്ല. നിങ്ങൾ പുതിയത് അടിക്കണം. നമുക്കവിടെ ഒരു അണ്ടർസ്കോർ വരുന്നുണ്ട്, MOWNCD കഴിഞ്ഞിട്ട് ഒരു അണ്ടർസ്കോർ വരുന്നുണ്ട്. അത് നിങ്ങളുടെ മൊബൈലുകളിൽ ഇടണം കേട്ടോ. അത് നിങ്ങൾ ആ ഓപ്ഷൻ എവിടെയാണെന്ന് നോക്കണം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ABC വന്നു. ABCയുടെ മുകളിലൊരു ചിഹ്നം കണ്ട, ഓരോ ഫോണിൽ മാറ്റമുണ്ടോ, ആ ചിഹ്നം ഞെക്കിയപ്പോഴാണ് നമുക്കത് വരുന്നത്. ഇവിടെ വരുന്നുണ്ട് അണ്ടർസ്കോർ, കണ്ട. അത് ഈ ഒരു സംഭവം താഴത്തൊരു വര വരേണ്ടത്, നേരെയല്ല താഴത്തെ വരേണ്ടത്. എന്നിട്ടാണ് നിങ്ങൾ അംഗനവാടിയുടെ ഇതടിക്കണത്, AWC. എന്നിട്ട് നിങ്ങളുടെ അടിക്കണം. പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും സെയിം തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ് വരുന്നത്, ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ആ അണ്ടർസ്കോർ ഇടണം, കണ്ട, ഇതല്ല ഇടേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ MOWNCD കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു വരയട്ടെ, കണ്ട, ആ വര ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതല്ല വേണ്ടത്. പകരം നമുക്ക് വേണ്ടത് താഴത്തുള്ള വരയാണ്, കണ്ട, ഇതാണ് വേണ്ടത്. എന്നിട്ട് WC അടിക്കുക, 3259. നിങ്ങളുടെ ഓരോ പ്രൊജക്റ്റിനും മാറ്റം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ റിമെമ്പർ മീ എന്നുള്ളതുകൊണ്ട് ക്ലിക്ക് ചെയ്തോ. അപ്പം പിന്നെ പിന്നീട് കയറുമ്പോൾ നിങ്ങൾക്ക് അടിക്കാണ്ട് തന്നെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ലോഗിൻ കൊടുക്കാം. ലോഗിൻ ആയിക്കണ്ട, ഓക്കെ. പാസ്വേഡ് സേവ് ചെയ്യണം ചോദിക്കുമ്പോൾ സേവ് എന്ന് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് തീം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, തീം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമാണ്, വീർബാൽ ദിവസാണ്. അപ്പോൾ തീമിൽ മാറ്റില്ല, ആ തീം തന്നെ നിങ്ങളെല്ലാവരും സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓർഗനൈസർ, സെലക്ട് ഓർഗനൈസർ ഉണ്ടാ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് എന്നുള്ളത് നിങ്ങൾ അംഗനവാടി ടീച്ചേഴ്സ് നിങ്ങളല്ല ചെയ്യണത്. അപ്പോൾ അംഗനവാടി സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യണം കേട്ടോ. അംഗനവാടി സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ അംഗനവാടി ഏതാണോ നിങ്ങളുടെ അംഗനവാടി നിങ്ങൾ സെലക്ട് ചെയ്യണം, നമ്മൾ പോഷന്മാർക്ക് ചെയ്ത പോലെ. അതിനുശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ആക്ടിവിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരുപാട് ആക്ടിവിറ്റി ഇല്ല നമ്മളെ സംബന്ധിച്ച്. ഒന്നില്ലെങ്കിൽ ECC ആക്ടിവിറ്റി, ഒരുപാട് ആക്ടിവിറ്റി ECCയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ. ഇതിലേതാണോ നിങ്ങൾ ചെയ്യണത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക.
അതിനുശേഷം ഫ്രം ഡേറ്റ് എന്നാണ് പരിപാടി നടത്തുന്നത് ആ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ടു ഡേറ്റ് എന്നാ സെയിം സെലക്ട് ചെയ്യുക. പങ്കെടുത്തവരുടെ എണ്ണം അടിച്ചു കൊടുക്കുക. നിങ്ങൾ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുക്കണം. മനസ്സിലായ? അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ഫയൽ കണ്ട ഇമേജ് തന്നെയാണ് സെലക്ട് ചെയ്ത് കിടക്കുക. ആ ഇമേജ് തന്നെ അവിടെ കിടക്കണ്ടാവും. അതിനുശേഷം നിങ്ങൾ ബ്രൗസ് ഫയൽ കൊടുത്തിട്ട് മുന്നേ ചെയ്തിരുന്ന പോലെ ഫോട്ടോ ഇതിലേക്ക് ചേർക്കണം. വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. കണ്ട ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിർബന്ധമില്ല. ശേഷം നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് നെറ്റ്വർക്ക് കുറച്ച് കുറവായതുകൊണ്ട് അല്ലെങ്കിൽ സൈറ്റ് ഒന്ന് സ്ലോ ആയതുകൊണ്ടായിരിക്കാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് അവിടെ നിങ്ങൾക്ക് പച്ച കളറിൽ നമ്മൾ മുന്നിൽ കാണുന്ന പോലെ പച്ച കളറിൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം കേട്ടോ. ഇതുപോലെ എല്ലാവരും ചെയ്യാം. ഓക്കെ.